ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ തിരക്ക് പിടിച്ച് രാവിലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വേറെ എങ്ങോട്ടില്ല, നമ്മുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്ന്. സോ ആദ്യം അവിടെ പോയി നിൽക്കണം. ഞാൻ തന്നെയാണ് അവസാനം എത്തിയതും. ചേട്ടനൊക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ കാത്തിരാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പം ഇനി ഒട്ടും നേരം കളയണ്ട, ഞാനത് ഇനോഗ്രേഷനുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ്. എത്തിയപ്പോൾ തന്നെ അച്ഛനും അമ്മയും അപ്പനും അമ്മയും ഒക്കെ ആയിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് ഇതാ ഒരു കത്രിക എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുള്ള നിമിഷമായിരുന്നുണ്ട്. കാരണം നമ്മളൊരു പുതിയൊരു സംരംഭം സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുമ്പം അതൊരു വികാരം തന്നെയാണ് അല്ലേ. യെസ്, അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ഇനോഗ്രേഷനൊക്കെ സക്സസ്ഫുള്ളായി കഴിഞ്ഞു. അടുത്തതായിട്ട് അമ്മ പൂജയ്ക്കുള്ള പ്രിപ്പറേഷൻസിലാണ്. ഇതെല്ലാം നമ്മൾ ഇന്ന് രാവിലെ പോയിട്ടാണ് വാങ്ങിക്കൊണ്ടുവന്നത് സ്വാമി ഫോട്ടോസ് എല്ലാം. കാരണം എന്തൊരു ഫംഗ്ഷൻ വരുമ്പോഴും ഇപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു സമയമായിട്ട് നമ്മൾ വർക്കൊക്കെ അവസാന ഘട്ടത്തിലാണ് കൂടുതലായിട്ട് നടക്കുക. അതേപോലെ തന്നെ ആയിരുന്നു നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിൻ്റെ ഗ്ലാസിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അവസാന ഘട്ടത്തിലായിരുന്നു. അപ്പം ഇതൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്ന് രാവിലെ പോയിട്ടാണ് ഈ പൂവും പൂജ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ബ്ലെസ്സിങ്സൊക്കെ കിട്ടി നമുക്ക്. ഇനി അടുത്ത കുറേ പരിപാടികളുണ്ട്. ഫുഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ വിളക്ക് വെച്ചതിന് ശേഷം എല്ലാവരും സ്വാമി, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പും ഇനോഗ്രേറ്ററൊക്കെ ആണെങ്കിൽ എല്ലാവരും വന്ന് ഫസ്റ്റ് സ്വാമി കുമ്പിടാനാണ് കേട്ടോ പോവുക. പിന്നെ സ്വീറ്റ്സൊക്കെ കൂടി, ഇതൊക്കെ കോഴിക്കോടൻ ഹൽവയാണ് കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനമ്മയൊക്കെ വരുന്ന സമയത്ത് അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നാണല്ലോ കേട്ടോ ഹൽവയൊക്കെ. അപ്പോൾ ഇവിടെയുള്ളവർക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കോഴിക്കോടൻ ഹൽവ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ ഇനോഗ്രേഷൻ്റെ ഓവറോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മളെ ഇനോഗ്രേഷനൊക്കെ നല്ല സക്സസ്ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. കുറേ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആളുകൾ കുറേ വന്നു. കോഴിക്കോട് നിന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കോഴിക്കോട് ഒരു 4 ബ്രാഞ്ചോളം ഉണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈമാണ് സ്റ്റേറ്റിന് പുറത്ത് ഇപ്പം തമിഴ്നാടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇപ്പോൾ നമ്മൾ തിരുപ്പൂർ തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾക്ക് ഇവരുടെ ടീം വർക്കിൽ ഈ ഒരു ബ്രാൻഡ്, അവരുടെ തന്നെ ഓൺ ബ്രാൻഡ് ഇത്രയും ഒരു സക്സസ്ഫുള്ളായി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും കുറേ ഔട്ട്ലെറ്റ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കമ്പനി എല്ലാവരും പഠിച്ചിട്ട് വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തി. സോ അപ്പം ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരേക്ക് ബൈ.